ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് കാണണം ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി പോകണം. അതായത് നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുമ്പോൾ സം പീപ്പിൾ വിൽ ബി ലൈക്ക് യു ഷുഡിൻ ഡു ദാറ്റ്, സം പീപ്പിൾ വിൽ ബി ലൈക്ക് യു കാണ്ട് ഡു ദാറ്റ്. രണ്ടും രണ്ടാ. യു ഷുഡിൻ ഡു ദാറ്റ് എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് കെയർ ചെയ്യുന്ന ഭാഗത്തുള്ള ആൾക്കാർ. അത് പറയുമ്പോൾ അതൊന്ന് കേൾക്കാം. ലൈക്ക് എന്തുകൊണ്ടാണ് പറയുന്നത്, റീസൺ എന്താണ്, പോസിറ്റിവിറ്റി എന്താണ്, നെഗറ്റിവിറ്റി ആണ്, എവിടെയാണ് ഹേർട്ട് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് അത് നന്നാവാൻ പോകുന്നത്, ആ കാര്യങ്ങൾ നോക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് യു ഷുഡിൻ ഡു ദാറ്റ് എന്ന് പറയുന്നത് കാരണം അവർ കെയർ ചെയ്യുന്നോണ്ട് പറയുന്നതാണ്. നെക്സ്റ്റ് ടൈപ്പ് ആണ് യു കാൺ ഡു ദാറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവരെ പേര് സെപ്പറേറ്റ് എഴുതി വെക്കുക, ചുമരിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് ചെയ്തിട്ട് വേണ്ട ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. അത് ചെയ്താൽ അവരെന്നെ ഫസ്റ്റ് അറിയും. കാരണം നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെന്നില്ല കാര്യം അവരെന്റെ മാറി നിന്നു നിങ്ങൾ പറയുന്നത്. കാരണം ഫസ്റ്റത്തെ ആൾക്ക് നിങ്ങൾ കെയർ ചെയ്യുന്നോണ്ടാണ് പറയുന്നത്. അതായത് യു ഷുഡിൻ ഡു ദാറ്റ്, ഇതിലെന്തോ ഉണ്ട്, യു ഷുഡിൻ ഡു ദാറ്റ്. അത് നോക്കുക എന്നുള്ളതാണ്, അതനുസരിച്ച് ചെയ്യാന്നുള്ളത്. യു ഷുഡിൻ ഡു ദാറ്റ്. യു കാൺ ഡു ദാറ്റ് എന്ന് പറയുന്നത് കെയർ ചെയ്യുന്നല്ല, അത് നിങ്ങളെ മേൽ പവർ എടുക്കുന്നതാണ്. ലൈക്ക് ദേ ആർ ലൈക്ക് നിന്റെ മേലിൽ എനിക്ക് പവർ ഉണ്ട് കേട്ടോ എന്നുള്ള സാധനം. നിങ്ങളെ പവർ അത് ആർക്കും വിട്ടുകൊടുക്കരുത്.